കുലുപ്പ സ്കൂളിൻ്റെ 70ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന പരിപാടികളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് മേമുണ്ടയുടെ മാജിക് ഷോയും അതുമായി ബന്ധപ്പെട്ട് കുലുപ്പ സ്കൂളിലെ വിവിധ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമാണ് ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുലുപ്പ സ്കൂളിൻ്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലേക്കാണ്. സ്കൂളിൻ്റെ മുൻവശത്തേക്ക് കാണുമ്പോൾ നിരവധി അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിരവധി കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം മുകളിലാണ് സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പരിപാടി സാംസ്കാരിക സമ്മേളനമായ ജിഷ മാടായി അധ്യക്ഷം വഹിച്ചത്. പരിപാടിയിൽ കുലുപ്പ സ്കൂളിൻ്റെ ഹെഡ്മിസ്റ്ററായ ദിമ്യ ടീച്ചർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗിരീഷ് സി കെ, തുറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് സി കെ ആണ് പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തത്. അതുകൂടാതെ സിനിമ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന മുഹമ്മദ് പേരാമ്പ്രയായിരുന്നു മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്നത്. നിരവധി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട്. സ്കൂളിൽ നിരവധി ആളുകൾ എത്തിച്ചേർന്ന ഒരു പരിപാടിയായിരുന്നു. സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളായിട്ടുള്ള നിരവധി രക്ഷിതാക്കളും അതുപോലെ നാട്ടുകാരും എത്തിച്ചേർന്ന ഒരു പരിപാടിയായിരുന്നു. ആദ്യം തന്നെ അംഗൻവാടി കുട്ടികൾ, അതായത് തുറയൂർ പഞ്ചായത്തിലുള്ള 3 അംഗൻവാടിയിലുള്ള കുട്ടികൾ, വിളയാട്ടൂർ, കുലുപ്പ, അതുപോലെ തന്നെ പാട്ടത്തായുള്ള 3 അംഗൻവാടിയുള്ള കുട്ടികളായിരുന്നു ആദ്യം തന്നെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചത്. ചെറിയ പിഞ്ചുമക്കളുടെ കലാപരിപാടികളായിരുന്നു ആദ്യം തന്നെ സ്റ്റേജിൽ അരങ്ങേറുന്നത്. നിരവധി കലാപരിപാടികളൊക്കെ ഈ സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം അംഗൻവാടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് ശേഷം സ്കൂളിൽ തന്നെ LKG വിദ്യാർത്ഥികളായ കുട്ടികളുടെ നിരവധി കലാപരിപാടികളും ഈ പരിപാടിയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതേപോലെ നൃത്തങ്ങളും ഡാൻസുകളും അതേപോലെ ഒപ്പനകളും, അതേപോലെ ആൺകുട്ടികളുടെ ഒപ്പനകളും ആൺകുട്ടികളുടെ ബ്രേക്ക് ഡാൻസും കോൽക്കളിയും അതുപോലെ തന്നെ നിരവധി ഡാൻസ് പ്രോഗ്രാമുകളും മറ്റുള്ള എല്ലാവിധ പരിപാടികളും ഈ സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ കുലുപ്പ സ്കൂളിലുള്ള 1ാം ക്ലാസ് LKG മുതലുള്ള 4ാം ക്ലാസ് വരെയുള്ള നിരവധി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടി വിജയമാക്കി കൊണ്ടിരിക്കുന്ന നിരവധി നാട്ടുകാരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ സ്കൂളിലുള്ള ടീച്ചർമാരെയും അഭിനന്ദിക്കാതെ വയ്യ. നിരവധി കലാപരിപാടികൾക്കൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സെല്ലാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിരവധി കുട്ടികളുടെ കലാപരിപാടികൾ, അതേപോലെ അറബിക് ഫ്യൂഷൻ ഡാൻസും പിന്നെ മറ്റുള്ള കലാപരിപാടികളെല്ലാം ഈ സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ട്. കോൽക്കളി, അതേപോലെ ദഫ്മുട്ട്, മറ്റുള്ള ബ്രേക്ക് ഡാൻസുകൾ, 4ാം ക്ലാസ്സിലുള്ള 3ാം ക്ലാസ്സിലുള്ള അങ്ങനെ നിരവധി കലാപരിപാടികളായിരുന്നു സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഒപ്പന, പെൺകുട്ടികളുടെ ഒപ്പനയും അതേപോലെ ആൺകുട്ടികളുടെ ഒപ്പനയും ഒക്കെ വിവിധ തരത്തിലുള്ള മത്സരമല്ലാതെ തന്നെ ഈ കുട്ടികളുടെ പരിപാടിയൊക്കെ സ്റ്റേജിൽ അരങ്ങേറിയപ്പോൾ അതുപോലെ തന്നെ രാജീവ് മേമുണ്ടയുടെ മാജിക് ഷോ ആണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലഹരിക്കെതിരെയായിട്ടുള്ള ഒരുപാട് മാജിക് ഷോ കൂടെ രാജീവ് മേമുണ്ട ഈ പരിപാടി അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർത്ഥിവ് എനിക്ക് തന്നത് നല്ല 200 രൂപയുടെ നോട്ടായിരുന്നു. ഇപ്പൊ ഇത് വെള്ളക്കടലാസായി മാറും. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതുപോലെ വെള്ളക്കടലാസായി മാറും. ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പാർത്ഥിവിന്റെ വില ഉയർന്നിരിക്കുകയാണ്. താങ്ക് യു. लम्मा दे दे लैया लैया लम्मा दे दे लैया लैया
ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച കുലുപ്പ സ്കൂളിൻ്റെ പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.